ഞാനിവിടെ ഒന്ന് പോസ്റ്റ് ആയിട്ടിരിക്കുന്നു. പടം ഓടത്തില്ല. ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഗൈസ് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ആദ്യം ഇതേ കണ്ട ഗൈസ്, ഇവിടൊക്കെ കിളച്ചിട്ടേക്കണ കണ്ട. ഇത് ആക്ച്വലി ഗൈസ് ഞാൻ വിചാരിച്ചത് ആരോ രാത്രിയൊക്കെ വന്ന് കുത്തി, രാത്രി രാവിലെ എപ്പോഴെങ്കിലും വട്ടവർ കൊണ്ടൊന്ന് കുത്തി നശിപ്പിച്ചിട്ടേക്കാണ്. ബട്ട് ഗൈസ് ഇതൊന്നും അല്ല. ഞാൻ ഇന്നാണ് സത്യം അറിഞ്ഞത്. ഇവിടെയൊക്കെ പന്നി ഇറങ്ങി ഗൈസ്. പന്നി ഇറങ്ങിയത് മൊത്തം ചവിട്ടി പൊളിച്ചിട്ടേക്കുന്നതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. സോ ഗൈസ് അതൊക്കെ ഇവിടെ ഞാൻ ഇപ്പം നേരെ 5 പോവാണ് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഒന്ന് കട്ട് ചെയ്യണം ഗൈസ്. അങ്ങനെയൊക്കെ ഒന്ന് 2 പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണം ഗൈസ്. പിന്നെ വേറൊരു പടം കൂടെ കാണാൻ പോകണം ഗൈസ്. കുറേ കാലമായി പടം കാണാൻ പോയിട്ട്. സോ അങ്ങോട്ടും കൂടെ പോയിട്ട് കഴിഞ്ഞ് അപ്പോൾ നേരെ ഇനി അവിടെ ചെന്നിട്ട് ടാറ്റ ഗൈസ്. അങ്ങനെ ഞാൻ തിയേറ്ററിൻ്റെ അവിടെ വന്ന് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഗൈസ് 6:30ക്കുള്ള പടം എന്ന് വിചാരിച്ച് ഞാൻ വന്നിട്ട് 6:45 പടം. പക്ഷെ 6:45 പടം ആയത് വന്നിട്ട് ഗൈസ് ഒരാൾ മാത്രമേ വന്നിട്ടുള്ള പടം കാണും. ഞാനും കൂടെ കൂട്ടി 2ാമത്തെ ആളെന്നാണ് ഐ തിങ്ക്. അങ്ങനെയാണെങ്കിൽ ഗൈസ് ചിലപ്പം പടം 20 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ പടം ഓടിക്കും. ഓ മൈ ഗോഡ് ഗൈസ് വന്നത് വെറുതെ കുറേ ഡിലേ ആയിട്ടാണ് ഞാൻ പടം കാണാൻ. ഓ മൈ ഗോഡ്. സോ ഗൈസ് എനിവേ വെയിറ്റ് ചെയ്യാം. ആൾക്കാർ വരുമോ നിങ്ങൾക്ക് പടം കാണാം. ഗൈസ് DSD റൈ ഗൈസ് ഞാൻ ഇവിടെ ഒന്ന് പോസ്റ്റ് ആയിട്ടിരിക്കുന്നു ഗൈസ്. പടം ഓടത്തില്ലെന്ന് ഗൈസ്. ഇല്ലാണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു പിടിപ്പിക്കും ഗൈസ്. ഞാൻ എപ്പോഴും പിടിച്ച് വീട്ടിലോട്ട് പോയ സമയത്തിന് ഒരു ആൻറ്റി കൊണ്ടുവന്നിട്ട് ചൂട് ഉണ്ണിയപ്പോൾ മക്കളെ എടുത്തോന്നും പറയുന്നുണ്ട്. 2 പാക്കറ്റെടുത്ത് കൈ വെച്ചിട്ട് ഗൈസ്. പിന്നെ അങ്ങനെ ഗൈസ് വാങ്ങിക്കാനിരിക്കണേ. ആക്ച്വലി ഗൈസ് ഏതായാലും നല്ല കൊള്ളാം ഗൈസ്. ഞാൻ വെറുതെ അറിയില്ല, നല്ല സോഫ്റ്റും നല്ല ചൂടും. വീട്ടിൽ പോയി കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ ഞാൻ കണ്ടു. ഇത് ടേസ്റ്റ് ചെയ്തോ ഗൈസ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. ഇതിനകത്ത് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, കാറ്റ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. പതിഞ്ഞു തോന്നുന്നു. കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഈസ്റ്റർ സോഡാപ്പൊടി ഞാൻ തോന്നുന്നു ആ ഒരു പൊന്തല് അതാണ് ഇഷ്ടപ്പെട്ടെ. ഗുഡ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് അറിയില്ല ഗൈസ്, എന്റെ ലാപ്പിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയിട്ട് കുറെ കാലമായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ് നോക്കി കുറെ നാളെ ഗൈസ് ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കണം. വേറെ ഒന്നുമല്ല, ഒരു കിഡ്ലൈൻ അത്യാവശ്യം നമുക്ക് ബേസിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മോണിറ്റർ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സോ ഗൈസ് ഫൈനലി ഇന്ന് അത് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മോണിറ്റർ. സെബ്രോണീസിന്റെ സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള സാധനമാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ അതിനകത്ത് മറ്റേ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഇനി സൈസ് ചെയ്താന്ന് കഴിയുമ്പോൾ നമുക്ക് പൊട്ടിച്ചു നോക്കാം എന്തായാലും. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഒരു HDMI, അതുപോലെ തന്നെ അത് എന്തൊരു ചാക്കായത് VGA ഗൈസ്. ഇത് 2 ഇവിടെ ഗൈസ് നമുക്ക്. ഇവിടെ ചാർജർ ഇത്ര മതി നമുക്ക്. ഞാൻ കുറേ ചുറ്റുകളും എനിവേ ഗൈസ് ദിസ് ഈസ് ദ മോണിറ്റർ സെറ്റ്. ടടേ ഗൈസ് നമ്മുടെ ലാപ്പ് സ്ക്രീൻ ഓണായി ഗൈസ്. പക്ഷെ ഇതിനകത്ത് ഇനി എന്തൊക്കെ ചെയ്യണ്ടേ ഗൈസ്? കുറെ വെട്ടമൊക്കെ വരണം. ഓ മൈ ഗോഡ് ഗൈസ്, ഇതിനകത്ത് എന്താ ചെയ്യണം? ഇതെന്തൊക്കെ എഴുതി കാണിക്കുന്നേ? ടൈം ഗൈസ് ഇത് എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എനിക്കൊരു വക മനസ്സിലാവണില്ല. ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും വരുമോ ഗൈസ്? ഇതിനകത്ത് ഓണാക്കാനുള്ള കുറെ സ്വിച്ചസ് ഉണ്ട്. എന്തെങ്കിലും ഞെക്കണോ? ഓട്ടോ, മീഡിയ, പവർ ഓൺ സ്വിച്ച് ഇവിടെ ഇടണുണ്ട് ഗൈസ്. ഓഫായി പോയി ഗൈസ്. അത് ഞെക്കിയപ്പോൾ വെട്ടം വന്നു. നോ സിഗ്നൽ ഗൈസ്. നമ്മുടെ ഡിസ്പ്ലേ ഇനി കൊടുക്കേണ്ടി വരും. ലാപ്പ് ഗൈസ് കണ്ട, ലാപ്പിനകത്ത് എല്ലാം ഓണാണ്, പക്ഷെ ഒരു വക വരണില്ല. കണ്ട, ഇനി നമുക്ക് HDMI പൊട്ടിച്ചെടുക്കാം. എനിവേ ഗൈസ് നമ്മുടെ PC സ്ക്രീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി ഗൈസ്. ഇതാണ് നമ്മുടെ കറന്റ് സ്ക്രീൻ ലോക്ക് വരണേ. ഓ മൈ ഗോഡ് ഗൈസ്, ഇനി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ സെറ്റ് അടിപൊളി. ബോയ് ഗൈസ്, കുഞ്ഞുങ്ങളാക്സ് ഓണായി ഗൈസ്. ഗൈസ് ഐ ലവ് ആപ്പിൾ. അതിനാണ് അത് ഇട്ട് വെച്ചേക്കുന്നത്. ബ്ലാക്ക് സ്ക്രീനിൽ ആപ്പിളിങ് നമുക്ക് എടുത്തിരുന്നതായിട്ട് ഞാൻ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് അതിനെ ചേഞ്ച് ചെയ്യാൻ. ഓ മൈ ഗോഡ് ഗൈസ്, അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഗൈസ് ഞാൻ ഇത്ര നാള് വിയർത്ത്
TV-ക്കകത്താണ് സ്ക്രീൻ കണക്ട് ചെയ്തിട്ടുള്ളത്. TV-യിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് TV കാണാക്കൂല, എനിക്കും കാണാക്കൂല. വൻ സീനൊക്കെ ആയിരിക്കും ഗൈസ്. ഇനി നമ്മൾ ഇവിടെ കാണും എപ്പോഴും. സൂപ്പർ ഹാപ്പി, സോ എക്സൈറ്റഡ് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, വർക്കിലാണ്, നമുക്കിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില്ല. എല്ലാം തീർത്തിട്ട് വൈകുന്നേരം വന്നിട്ട് ഇതിനകത്ത് വിളയാടണം ഗൈസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഡിസ്പ്ലേ. എനിവേ ഗൈസ്, സോ ഹാപ്പി. പിന്നെ കാണാം ഗൈസ്, അപ്പുറം വരാം. ടാറ്റ. ലുക്ക് അറ്റ് ദിസ് മൈ PC. അപ്പൊ ഗൈസ്, നമ്മുടെ മോണിറ്റർ അതുപോലെ തന്നെ ലാപ്പ് ഇവിടെയാണ് ഗൈസ് ഞാൻ വെച്ചേക്കണത്. ഞാൻ അവിടെ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഒന്നുകൂടെ സേഫ് ആൻഡ് സെക്യൂർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് യൂസർ ഫ്രണ്ട്ലി എളുപ്പം ഇവിടെയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, അത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഈ വ്ളോഗും അതുപോലെ തന്നെ എന്റെ PC എന്റെ മോണിറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊത്തുള്ള ബെല്ലൈക്കണും ചവിട്ടി പൊട്ടി ഗൈസ്. എന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ടൈം വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. See you in the next video guys. Bye bye.